DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2016 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് റിസർവ് ബാങ്ക് ബാങ്കിംഗ് മേഖലകളിൽ കൊണ്ടുവരുന്നത്. ബാങ്ക് അക്കൗണ്ട് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ ഈ മാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ആദ്യത്തെ അറിയിപ്പ്, ലോൺ തിരിച്ചടക്കാത്തവരെ ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ബാങ്ക് നടപടിക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൂച്ചുവിലങ്ങിട്ടതിനെക്കുറിച്ചാണ്. വായ്പ തിരിച്ചടക്കാത്തതിന്റെ പേരിൽ ബാങ്കുകളുടെ കടുത്ത നടപടി ഭയന്ന് നിരവധി പേർ ജീവനൊടുക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കം. വായ്പ തിരിച്ചുവാങ്ങുന്നതിന് ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും പാലിക്കേണ്ട നടപടിക്രമം സംബന്ധിച്ച് RBI കരട് മാർഗനിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. ഈ വർഷം ജൂലൈ 1 മാർഗനിർദ്ദേശം പ്രാബല്യത്തിൽ വരും. കരട് നിർദ്ദേശങ്ങൾ അനുസരിച്ച് വായ്പ വാങ്ങിയവർക്കെതിരെ ബാങ്കുകളും റിക്കവറി ഏജന്റുമാരും കർശന നടപടികൾ സ്വീകരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. ഉപഭോക്താക്കളുടെ പരാതികൾ ആദ്യം പരിഹരിച്ച ശേഷമായിരിക്കണം ബാങ്കുകൾ വായ്പ തിരിച്ചുപിടിക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടത്. അതായത് വായ്പ തിരിച്ചടക്കാൻ കഴിയാത്തതിന്റെ കാരണം മനസ്സിലാക്കുകയും ആവശ്യമെങ്കിൽ ആശ്വാസ നടപടി സ്വീകരിക്കുകയും ചെയ്യണം. വായ്പ തിരിച്ചുപിടിക്കുന്നതിന് ചുമതലപ്പെടുത്തിയ ഏജന്റിനെ കുറിച്ച് ഉപഭോക്താവിന് കൃത്യമായ വിവരം നൽകണം. ഭീഷണിപ്പെടുത്തുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യരുത്. ഫോണുകളിലോ സമൂഹ മാധ്യമങ്ങളിലോ അനുചിതമായ സന്ദേശങ്ങൾ അയക്കരുത്. ലോണെടുത്തവരുടെ ബന്ധുക്കളെയോ സഹപ്രവർത്തകരെയോ ഉപദ്രവിക്കരുതെന്നും RBI കരട് രേഖയിൽ പറയുന്നു. വായ്പ തിരിച്ചടക്കാത്തവരെ ഏതൊക്കെ സമയങ്ങളിൽ ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഏജന്റുമാർക്കും ബന്ധപ്പെടാമെന്നും RBI കരട് രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. പുതിയ സമയക്രമം പ്രകാരം രാവിലെ 8 മുതൽ വൈകിട്ട് 7 വരെ മാത്രമേ ബന്ധപ്പെടാൻ പാടുള്ളൂ. കടം വാങ്ങിയവരും ഗ്യാരണ്ടി നിന്നവരും ഒഴികെ മറ്റൊരാളെയും സമീപിക്കാൻ പാടില്ല. വിവാഹ വീടുകളിലെത്തി വായ്പ വാങ്ങിയവരെ കാണുന്നത് ഒഴിവാക്കണം. ചില ഘട്ടങ്ങളിൽ കൂടിക്കാഴ്ചയ്ക്ക് താൽപ്പര്യമില്ലെന്ന് ഉപഭോക്താക്കൾ പറഞ്ഞാൽ ബാങ്കുകൾ മാനിക്കണമെന്നും RBI വ്യക്തമാക്കി. രണ്ടാമത്തെ അറിയിപ്പ്, സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് പാലിച്ചില്ലെന്ന പേരിൽ ഉപഭോക്താക്കളിൽ നിന്ന് പിഴ ഈടാക്കരുതെന്ന് പാർലമെന്റിന്റെ പെറ്റീഷൻ കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മിനിമം ബാലൻസ് ഇല്ലാത്തതിനാൽ പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾ പിഴ ഇനത്തിൽ 4817 കോടി രൂപയാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയത്. പിഴ പൂർണ്ണമായും നിർത്തലാക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ റിസർവ് ബാങ്കും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസും പുറത്തിറക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു. പിഴയ്ക്ക് പകരം റിവാർഡ് പോയിന്റുകൾ, ഫീ ഒഴിവാക്കൽ, പലിശ ആനുകൂല്യങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കി മിനിമം ബാലൻസ് നിലനിർത്താൻ ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് സമിതി നിർദ്ദേശിച്ചു. SBI, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് എന്നിവ പിഴ ഒഴിവാക്കിയിട്ടുണ്ട്. യൂക്കോ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്നിവ പിഴ നിർത്തലാക്കാൻ ആലോചിക്കുന്നുണ്ട്. അടുത്ത അറിയിപ്പ്, ഡിജിറ്റൽ ഇടപാടുകളിലെ തട്ടിപ്പിനിരയാകുന്ന ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാനുള്ള നടപടി റിസർവ് ബാങ്ക് ആരംഭിച്ചിരിക്കുകയാണ്. തട്ടിപ്പുകൾക്ക് ഇരയാകുന്നവർക്ക് 25,000 രൂപ വരെ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിന് പദ്ധതി തയ്യാറാക്കിയതായി RBI ഗവർണർ അറിയിച്ചു. സാമ്പത്തിക തട്ടിപ്പുകളിൽ 65%വും 50,000 രൂപയിൽ താഴെ വരുന്നതാണ്. ഇത്തരം തട്ടിപ്പുകൾക്കാണ് നഷ്ടപരിഹാരം ലഭ്യമാക്കുകയെന്നും വ്യക്തമാക്കി. ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ അത് ആരുടെ കുറ്റം കൊണ്ടായാലും ഉപഭോക്താവിന് നഷ്ടപരിഹാരം ലഭ്യമാക്കാനാണ് പദ്ധതി. നഷ്ടമായ തുകയുടെ 85% അല്ലെങ്കിൽ പരമാവധി 25,000 രൂപ നഷ്ടപരിഹാരമായി ലഭ്യമാക്കും. ഒരാൾക്ക് ഒരു വട്ടം മാത്രമേ ഇത്തരത്തിൽ നഷ്ടപരിഹാരം ലഭിക്കൂ എന്നും ഗവർണർ അറിയിച്ചു. അടുത്ത അറിയിപ്പ്, 2026 ഫെബ്രുവരി 1 മുതൽ രാജ്യത്തെ ബാങ്കുകൾ വർഷങ്ങളായി ഇടപാടുകൾ നടക്കാത്ത അക്കൗണ്ടുകൾ കണ്ടെത്തി അവ ക്ലോസ് ചെയ്യുന്ന ദൗത്യം ആരംഭിച്ചിരുന്നു. 1 വർഷമായി ഇടപാടില്ലാത്ത ഇനാക്റ്റീവായിട്ടുള്ള അക്കൗണ്ടുകൾ, 2 വർഷത്തിലേറെയായി നിശ്ചലമായി കിടക്കുന്ന ഡോർമെന്റ് അക്കൗണ്ടുകൾ, ഉപയോഗിക്കാത്ത സീറോ ബാലൻസ് അക്കൗണ്ടുകൾ എന്നിവയെയാണ് ഈ തീരുമാനം പ്രധാനമായും ബാധിക്കുന്നത്. ഇത്തരം അക്കൗണ്ടുകൾ സൈബർ തട്ടിപ്പുകാർക്കും കള്ളപ്പണ ഇടപാടുകാർക്കും താവളമാകുന്നത് തടയുകയാണ് ഇതിന്റെ ലക്ഷ്യം. വെറുതെ ആപ്പിൽ ലോഗിൻ ചെയ്തുകൊണ്ട് മാത്രം അക്കൗണ്ട് സജീവമാകില്ലെന്നും ഉപഭോക്താവ് നേരിട്ട് പണം നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യണമെന്നും RBI വ്യക്തമാക്കുന്നുണ്ട്. അക്കൗണ്ട് പൂട്ടിയാൽ അതിലെ തുക RBIയുടെ പ്രത്യേക ഫണ്ടിലേക്ക് മാറ്റും. ഈ തുക പിന്നീട് ക്ലെയിം ചെയ്ത് ലഭിക്കണമെങ്കിൽ ബാങ്കിൽ നേരിട്ടെത്തി KYC രേഖകൾ ഹാജരാക്കേണ്ടി വരും. അതിനാൽ അനാവശ്യമായ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറിയൊരു ഇടപാടെങ്കിലും നടത്തി അവ സജീവമാക്കി നിലനിർത്തുകയോ ചെയ്യണമെന്ന് ബാങ്കിംഗ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.